உன்னத ஆகிலும் உன்னதமானவர் கைகளினால் ചെയ്യപ്പെട്ട ആലയത്തിൽ വാസമായിരാ. സെന്റൻസ് മലയാളത്തിൽ വായിക്കാം. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. മതി. സ്തോത്രം. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഇന്ന് കാലഘട്ടത്തിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ പല സ്ഥലങ്ങളിൽ നോക്കിയാൽ പല സ്തോത്രം ഹല്ലേലൂയ സഭകൾ ആമേ സ്തോത്രം ഉടലെടുക്കുന്നതും ആമേ സ്തോത്രം ഹല്ലേലൂയ ആലയങ്ങൾ പൊങ്ങി നിൽക്കുന്നതും കാണുവാൻ കഴിയും. ആമേ സ്തോത്രം ഹല്ലേലൂയ ഓരോ ആലയങ്ങളിലേക്ക് ഓടി ജനം ആമേൻ ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്ത്യാനികൾ സ്തോത്രം വേളാങ്കണ്ണിക്ക് ഓടുന്നത് കാണുവാൻ കഴിയും. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ പറയുന്നത്. സ്തോത്രം ഒരു കാലഘട്ടം അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ ഓരോ സ്തോത്രം ഹല്ലേലൂയ മതവിഭാഗത്തിൽപ്പെട്ടവരും ആമേ സ്തോത്രം ഹല്ലേലൂയ മനുഷ്യൻ സ്തോത്രം പണിത് ഉയർത്തിയതായ ആമേ സ്തോത്രം ഹല്ലേലൂയ ആലയങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ ദൈവത്തെ കാണുവാനായി കടന്നു പോകുന്നു. അതുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ ഇവിടെ സ്തോത്രം ഹല്ലേലൂയ സ്തേഫാനോസോട് എതിർത്ത് നിൽക്കുന്നവരോട് സത്യത്തെ വിളിച്ചു പറയുന്ന ഒരു സ്തേഫാനോസിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പറയാണ് സ്തോത്രം ഹല്ലേലൂയ സാലമോൻ ആമേ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് ആലയം പണിതു ആമേ സ്തോത്രം ഹല്ലേലൂയ എങ്കിലും കൈകളിനാൽ ചെയ്യപ്പെട്ട ആലയങ്ങളിൽ വാസമായിരുന്നു കൊണ്ട് മനുഷ്യന്റെ കൈപ്പണി കൊണ്ട് പണിതതിൽ അവൻ വസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ കർത്താവ് ആമേ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ പാർക്കുവാൻ കൊതിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ എനിക്ക് പാർക്കണം എന്ന് മോശയോട് കർത്താവ് കൽപ്പിച്ചു. മോശേ ആമേ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് ഇവരുടെ നടുവിൽ പാർക്കേണ്ടതിന് നീ എനിക്ക് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ ഒരു ആസരിപ്പ് കൂടാരം, ഒരു സമാഗമന കൂടാരം നീ പണിയണം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും യേശു ഇത് കൽപ്പിക്കുക ദൈവം അവர்கள் நடுவிலே நான் வாசம் பண்ண எனக்கு ஒரு பரிசுத்த ஸ்தலத்தை ഉണ്ടാക്കുവാர்களாக. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ തക്കവണ്ണം അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം ഹല്ലേലൂയ ആഗ്രഹം ആമേൻ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ തൻ്റെ ജനത്തോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. സ്വർഗത്തിൽ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ പറയുന്നു ആമേൻ സ്തോത്രം സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി അവിടുത്തെ എൻ്റെ പാദപീഠമാണ്. സ്തോത്രം. വാനം എനിക്ക് സിംഹാസനം, ഭൂമി എനിക്ക് പാദപീഠമായി ഇരിക്കുന്നത്. സ്തോത്രം. അവളവ് വലിയ ഒരു ദൈവം. സ്തോത്രം. അവൻ സ്വർഗത്തിൽ അവൻ ഇരിക്കുന്നു. അവൻ്റെ സിംഹാസനം അവൻ സ്വർഗത്തിൽ ഇരിക്കുന്നു. സ്തോത്രം. എസെക്കിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കേണ്ട 1-ാമത്തെ അധ്യായത്തിൽ അവൻ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഗ്നിമയമായ സൊഗസാകെയുള്ള ഒരു സ്തോത്രം സിംഹാസനം അവൻ അവിടെ ഇരിക്കുന്നതും അവിടെ സ്തോത്രം ഹല്ലേലൂയ സിംഹാസനത്തിൽ തീ കൊണ്ടുള്ള ആ സിംഹാസനത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരുവൻ ഇരിക്കുന്നതും ഞാൻ കണ്ടു എന്ന് എസെക്കിയേൽ പ്രവാചകൻ സ്തോത്രം ഹല്ലേലൂയ ദർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, സ്തോത്രം ഹല്ലേലൂയ വചനം ശ്രദ്ധിക്കണം. ആമേൻ സ്തോത്രം സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ സ്തേഫാനോസ് പറയാണ് ആമേൻ സ്തോത്രം കാല് അവൻ ഭൂമിയിൽ വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ദൈവമാണ് നമ്മുടെ കർത്താവ്, എത്ര വലിയ ദൈവം. സ്തോത്രം ഹല്ലേലൂയ മനസ്സിലാക്കണം. സ്തോത്രം. സ്വർഗത്തിൽ അവൻ ഇരിക്കുന്നു. ആമേൻ സ്തോത്രം അവൻ്റെ കാല് ഭൂമിയിൽ പതിച്ചിരിക്കുന്നു. അത്ര വലിയ സ്തോത്രം ഹല്ലേലൂയ സർവശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. എന്നാൽ പ്രിയമുള്ളവരെ, ആ ദൈവമാണ് പറയുന്നത് ആമേൻ സ്തോത്രം ഞാൻ നിങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന്, ഈ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് മോശേ നീ എനിക്കൊരു കാര്യം ചെയ്യണം. ആമേൻ സ്തോത്രം ഒരു മന്ദിരം, വിശുദ്ധ മന്ദിരം പണിയണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത് പണിയുവാനുള്ള എല്ലാ സ്തോത്രം ഹല്ലേലൂയ ക്രമീകരണങ്ങളെയും കർത്താവ് മോശയോട് പറഞ്ഞു കൊടുത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ കതിരപ്പന കൊണ്ടുള്ള ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആലയത്തിനുള്ള ആ ആമേൻ സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിൽ ഉള്ളതായ സ്തോത്രം ഹല്ലേലൂയ മരങ്ങളെല്ലാം കതിരമരം കൊണ്ടായിരിക്കണം. സീത്തീം മരം കൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആസരിപ്പ് കൂടാരത്തെ നീ കട്ട வேண்டும். சீத்தீம் மரம் என்று சொல்லும் பொழுது ஸ்தோத்திரம் ஹல்லேலூயா அது எதை காட்டுகிறது என்று சொன்னால் ஆமென் ஸ்தோத்திரம் அந்த மரத்தை குறித்து சொல்லும் பொழுது ஆமென் நமக்கு தெரியும்
தெரியும் இப்பொழுது ஸ்தோத்திரம் அல்லேலூயா தமிழ்நாட்டிலே ஆமே ஸ்தோத்திரம் முள் வேலி காத்தான் முள் என்று உடமுள் என்று சொல்லுவார்கள். ஆமே ஸ்தோத்திரம் மற்ற மரங்களோடு ஸ்தோத்திரம் அல்லேலூயா பின்னி பிணைந்து கிடக்கிறதான ஒரு மரம். ஆமே ஸ்தோத்திரம் அல்லேலூயா നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ കർവാലി മരത്തെക്കുറിച്ച് ആമേ നമ്മൾ സ്തോത്രം அல்லேலூயா നമ്മൾ വായിക്കാറുണ്ട്. അത് തമ്മിൽ സ്തോത്രം அல்லேலൂயா പിണഞ്ഞു നിൽക്കും സ്തോത്രം. അതിനെ വെട്ടി അതിനെ ഒരു തടിയായിട്ട് പുറത്ത് കൊണ്ടുവരുവാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയാണ് ആമേ സ്തോത്രം அல்லேലൂയ ഈ ഉപയോഗമില്ലാത്ത ആമേ സ്തോത്രം அல்லேലൂയ ഈ കതിരമരം കൊണ്ട് സ്തോത്രം നീ എനിക്കൊരു ആലയം പണിയണം സ്തോത്രം அல்லேലൂയ. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, കതിരമരം എന്തിനെ കാണിക്കുന്നു? ഈ സീത്തി മരം എന്ന് പറയുന്നത് ആമേ സ്തോത്രം எதை காட்டுகிறது என்று சொன்னால் ஆமே ஸ்தோத்திரம் அல்லேலூயா உலகத்தில் ஆமே உலகம் என்கிற உலக பாவத்துக்குள் ஆமே ஸ்தோத்திரம் பின்னி பிணைந்து இணைக்கப்பட்டு இருக்கிற ஒவ்வொரு மனிதனையும் அது காட்டுகிறது. ஆமே ஸ்தோத்திரம் அல்லேலூயா அந்த ஸ்தோத்திரம் அப்படி பின்னி பிணைந்து இருக்கிற அந்த மனிதனை தான் தேவன் என்ன செய்கிறாராம்? தனக்காக அவர் தெரிந்தெடுக்கிறதை எங்கே பார்க்கிறோம். அதற்கு உதாரணமாகத்தான் ஸ்தோத்திரம் அல்லேலூயா மோசேயை கொண்டு சொல்லுகிறார். ஸ்தோத்திரம் மோசே சித்தி ஆமே கதிர மரம் கொண்டு நீ എനിക്ക് ഒരു ആലയം പണിയണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രിയമുള്ളവരെ സ്തോത്രം அல்லேலൂயா മറ്റ എത്രമാത്രം മരങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. ദേവദാരു വൃക്ഷങ്ങളുണ്ട്, സരള വൃക്ഷങ്ങളുണ്ട് സ്തോത്രം அல்லேലൂയ പലവിധമായ ഉയർന്ന വൃക്ഷങ്ങൾ എല്ലാം ഉണ്ടായിട്ടും കർത്താവ് പറയാണ് ആ മരങ്ങൾ കൊണ്ട് ഒന്നും നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. ആമേൻ സ്തോത്രം அல்லேലൂയ ഈ കതിരമരം കൊണ്ട് മാത്രം നീ ഉണ്ടാക്കണം. പ്രിയമുള്ളവരെ സ്തോത്രം അതിനെ തൊലി വെട്ടിക്കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം அல்லேലൂയ പിസും കൊണ്ട് നിറഞ്ഞിരിക്കും, തൊടുവാൻ അതിന് കഴിയത്തില്ല. അങ്ങനെ ഉള്ളതായ ആ മരത്തെ കർത്താവ് പറയാണ് ആമേൻ സ്തോത്രം அல்லேലൂയ എനിക്ക് ഞാൻ വസിക്കേണ്ടതിന് നീ പണിയുവാനുള്ളത് ഇന്ന മരം കൊണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ ആ മരത്തെ വെട്ടി വെള്ളത്തിലിടണം സ്തോത്രം அல்லேലൂയ. വെള്ളത്തിലിട്ട് അതിൻ്റെ വഴുവഴുപ്പെല്ലാം പോകണം സ്തോത്രം. പോയി അതിന് സ്തോത്രം அல்லேലൂയ ഊറി അത് സ്തോത്രം அல்லேലൂയ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ആമേൻ സ്തോത്രം அல்லേലൂയ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഒരു ഉപകരണങ്ങളായിട്ട് മാറ്റുവാൻ കഴിയുന്നത്. ഒത്തിരി പ്രോസസ്സിങ്ങിൽ കൂടി ആ മരം കടന്നു പോകണം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന സ്തോത്രം அல்லேലൂയ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ഇന്ന് ഇവിടെ ആയിരിക്കുന്നവർ ആമേൻ സ്തോത്രം அல்லேലൂയ ആ അവസ്ഥയിൽ കടന്നിരുന്ന നമ്മെ ആമേ സ്തോത്രം அல்லேലൂയ സുവിശേഷം എന്ന തിരുവചനത്തെ കൊണ്ട് വെട്ടി ആമേ സ്തോത്രം அல்லேലൂയ ആമേ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ആമേ സ്തോത്രം ജലം എന്ന കല്ലറയിൽ അതിനെ മുക്കി ആമേ സ്തോത്രം ആ കതിരമരത്തെ അസീത്തി മരത്തെ ആമേ സ്തോത്രം அல்லேலൂയ വെള്ളം എன்கிறதான அந்த கல்லறைக்குள்ளே அடக்கி அதை போட்டு சுத்திகரித்து வெளியிலே கொண்டு வந்து இன்று ஒவ்வொருவரும் ஸ்தோத்திரம் அல்லேலூயா நல்ல ஒரு உபகரணங்களாக நாம் ஒவ்வொருவரும் காணப்படுகிறோம். ஹல்லேலூயா. ஆமே ஸ்தோத்திரம் அல்லேலூயா. என் தேவனுடைய விருப்பம் என்ன? ஆமே ஸ்தோத்திரம் அல்லேலூயா இப்படிப்பட்டவர்கள் தான் எனக்கு வேண்டும். ஸ்தோத்திரம் அல்லேலூயா. வேதத்தை நாம் வாசிக்கும் பொழுது நீதிமானை அல்ல யாரை தேடி வந்தாரா? பாவிகளை தேடி வந்தார் என்று சொல்லி வேதத்திலே நாம் வாசிக்கிறோம். நீதிமானை அல்ல. நீதிமானை தேட வேண்டிய அவசியம் இல்லையே. ஆமே ஸ்தோத்திரம் அல்லேலூயா அவனுக்காக ஒருவர் மரிக்க வேண்டிய அவசியம் இல்லையே. ஆமே ஸ்தோத்திரம். அதுதான் நாம் ஸ்தோத்திரம் அல்லேலூயா ரோமருக்கு பவுல் எழுதும் பொழுது சொல்லுகிறார் ஸ்தோத்திரம் அல்லேலூயா நீதிமானுக்காக ஸ்தோத்திரம் ஒருவேளை ஆமே ஸ்தோத்திரம் அல்லேலூயா மரித்து ஒருவன் மரிக்கலாம். ஆனால் யார் பாவிகளுக்காக மரிக்க முடியும்? ஒருவரும் மரிக்க முடியாது. ஸ்தோத்திரம். ஆனால் அப்படிப்பட்ட பாவியா இருந்த நமக்காக ஆமே சீத்தி மரம் ஆமே ஸ்தோத்திரம் அல்லேலூயா கதிர மரம் എന്ന് പറയുന്ന ഉപയോഗമില്ലാത്ത മരത്തിനു വേണ്ടി ആമേ സ്തോത്രം அல்லேലൂയ തന്റെ ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം യേശു സ്തോത്രം அல்லேലൂയ പ്രസന്നമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ മനസ്സിലാക്കണം സ്തോത്രം அல்லேലൂയ സാലോമോൻ സ്തോത്രം ആലയം പണിതു. എന്നാൽ സ്തോത്രം அல்லேലൂയ കാലക്രമേണ സ്തോത്രം എന്തായി തീർന്നു? ആമേ സ്തോത്രം തകർന്നു പോയി. ദൈവത്തിന് സ്തോത്രം. സലോമോൻ പണിയുന്നതിന് മുമ്പ് ദാവീദ് സ്തോത്രം அல்லேലൂയ കർത്താവിന് ആലയം പണിയുവാനായിട്ട് ഇച്ഛിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ് ദാവീദേ ആമേ സ്തോത്രം നീ എനിക്ക് സ്തോത്രം அல்லேലൂയ ഞാൻ വസിക്കേണ്ടതിന് നീ മന്ദിരം പണിയുമോ വീട് പണിയുമോ ആമേ സ്തോത്രം அல்லேലൂയ നിനക്ക് കഴിയുമോ എന്നൊക്കെ കർത്താവ് ദാവീദിനോട് ചോദിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ സ്തോത്രം அல்லேലൂയ ആമേ ദാവീദിന്റെ ആഗ്രഹം അനുസരിച്ച് ആമേ കർത്താവ് പറഞ്ഞ് നീ ഇനി പണിയണ്ട, മകനെ സ്തോത്രം നിന്റെ ആഗ്രഹത്തെ നിവൃത്തീകരിക്കേണ്ടതിന് മകനോട് സ്തോത്രം அல்லேലൂയ ഞാൻ പറയാൻ മകൻ പണിതോളും. അങ്ങനെയാണ് സലോമോൻ ആമേ സ്തോത്രം ആലയം പണിതത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ സ്തോത്രം നെബൂഖദ്നേസറുടെ കാലഘട്ടത്തിൽ അതെല്ലാം ഇടിക്കപ്പെട്ടു. സ്തോത്രം அல்லேലൂയ എല്ലാവരും ബാബേലിലേക്ക് കടന്നുപോയി. എന്നാൽ പ്രിയമുള്ളവരെ സ്തോത്രം തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആമേ സ്തോത്രം அல்லேലൂയ ഒരു കാലക്രമേണ സ്തോത്രം அல்லേലൂയ യെസ്രായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ആമേ സ്തോത്രം அல்லേലൂയ അതിൻ്റെ യെസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ
വായിക്കാമോ? സ്തോത്രം. எரேமியாவின் வாயினாலே கர்த்தர் சொன்ன வார்த்தை நிறைவேறும்படி பெர்சியாவின் ராஜாவாகிய கோரேசுடைய 1ஆம் வருஷத்திலே கர்த்தர் பெர்சியாவின் ராஜாவாகிய கோரேசின் ஆவியை ஏவினதினாலே அவன் பரலோகத்தின் தேவனாகிய கர்த்தர் பூமியின் ராஜ்யங்களை எல்லாம் எனக்கு தந்தருளி யூதாவில் உள்ள எருசலேமில் தமக்கு ஆலயத்தை கட்டும்படி எனக்கு கட்டளையிட்டிருக்கிறார். எருசலேமில் எனக்கு ஆலயத்தை கட்டும்படி எனக்கு கட்டளையிட்டிருக்கிறார். அவருடைய ஜனங்கள் எல்லாரிலும் எவன் உங்களுக்குள் இருக்கிறானோ அவனோட அவருடைய தேவன் இருப்பாராக. அவன் யூதாவில் உள்ள எருசலேமுக்கு போய் இஸ்ரவேலின் தேவனாய் கர்த்தருடைய ஆலயத்தை கட்ட கடவன். எருசலேமில் வாசம் பண்ணுகிற தேவனே தேவன். சோதரம் ரெண்டு கூட சேர்த்து வாய்க்கும். 2ஆம் அத்தியாயம் 2ஆம் வாக்கியம். செருபாபேல், யெசுவா, நெகேமியா, செராயா, ரெலாயா, மொர்தேகாய், பில்சான், மிஸ்பார், பிக்வாய், ரேகூம். போதும். அப்போ അവിടെ മതി. സ്തോത്രം. ശ്രദ്ധിക്കുക, ഇത് ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നതിന്റെ കാരണം ആമേ സ്തോത്രം ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടത്തിൽ സ്തോത്രം ഹല്ലേലൂയ യെരമ്യാ പ്രവചനത്തിന്റെ പ്രവാചകന്റെ പ്രവചന പ്രകാരം കോരോസ് രാജാവ് കൽപ്പിച്ചതായ ആ കൽപ്പനയുടെ മുമ്പിൽ ആമേ സ്തോത്രം ഇവർ ആദ്യമായി യെരുശലേം ദേവാലയം പണിയുവാൻ കടന്നു വരുന്ന ഗ്രൂപ്പാണ്. ആ 2ആം അധ്യായത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ ചാപ്റ്റർ ഫുള്ളായിട്ട് വായിക്കുമ്പോൾ ആമേ സ്തോത്രം എത്ര പേർ വന്നിട്ടുണ്ട്, ആമേ സ്തോത്രം ഏത് ഗോത്രത്തിൽ എത്ര ഉണ്ടെന്നുള്ളത് കണക്കുകൾ അതിനകത്തുണ്ട്. സ്തോത്രം. എന്നാൽ അവിടെ നിൽക്കട്ടെ. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ സെരുബാബേലിന്റെ കാലഘട്ടത്തിൽ ആലയം പണിയുവാനായി സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം ഹല്ലേലൂയ ഒരുങ്ങി. എന്നാൽ വചനം നമ്മൾ വായിക്കുമ്പോൾ ആമേ സ്തോത്രം അക്കായി പ്രവചനത്തിൽ കർത്താവ് പറയാണ് സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 2ആം അധ്യായത്തിന്റെ 9ആം വാക്യം ഒന്ന് വായിക്കാം. അക്കായി പ്രവചനം 2:9. முந்தின ஆலயத்தின் மகிமை பார்க்கிலும் இந்த பிந்தின ஆலயத்தின் மகிமை பெரிதா இருக்கும் என்று சேனைகளின் கர்த்தர் சொல்லுகிறார். 3ஆம் வாக்கியம் சேர்த்து. இந்த ஆலயத்தின் முந்தின மகிமை கண்டவர்களில் ஆலயத்தின் முந்தின மகிமையை கண்டவர்கள் உங்களுக்குள்ளே மீந்திருக்கிறவர்கள் யார்? உங்களுக்குள்ளே மீந்திருக்கிறவர்கள் யார்? இப்பொழுது இது உங்களுக்கு எப்படி காண்கிறது? அதற்கு இது உங்கள் பார்வையில் அற்பமாய் ஒன்றுமில்லாதது போல் காண்கிறது அல்லவா? காணப்படுகிற ஸ்தோத்திரம். അപ്പൊ ശ്രദ്ധിക്കാം. 3ആം വാക്യം വായിച്ചോ. കണ്ടവരായി. മതി. ഇവിടെ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. സ്തോത്രം. ആലയം മുൻപിൽ സലോമോൻ പണിതതായ ദൈവികമായ ആലയത്തെ കണ്ടവർ സ്തോത്രം ഹല്ലേലൂയ ഉണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. ആമേ സ്തോത്രം. അവരുടെ ദൃഷ്ടിയിൽ അവർ ചിന്തിക്കുന്നത് ഈ ആലയത്തിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ പ്രിയമുള്ളവരെ ഈ ആലയത്തിൽ അത്രമാത്രം മഹത്വം ഇല്ലല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിക്കുമ്പോഴാണ് കർത്താവ് പറയാണ് ആമേ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെ ആദ്യം ആമേ സ്തോത്രം ഉള്ളവർ ചിന്തിക്കുന്നത് ആമേ സ്തോത്രം ഹല്ലേലൂയ ചിന്തിക്കുന്നെങ്കിലും 9ആം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആമേ മുന്തിന ആലയത്തിൻ മഹിമയെ പാർക്കിലും ആലയത്തിൻ മഹിമയെ പാർക്കിലും இந்த பிந்தின ஆலயத்தின் மகிமை பெரிதா இருக்கும் என்று சேனைகளின் கர்த்தர் சொல்கிறார். ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പലത്തേതിലും വലുതായിരിക്കുമെന്ന് ആലയത്തിന്റെ മഹത്വം പിന്നത്തെ മഹത്വം മുമ്പലത്തെക്കാളും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് ഒരു ആലോചനയായി നമ്മൾ ഏറ്റെടുക്കണം. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം ഹല്ലേലൂയ ഈ എബ്രോനിലുള്ള സഭ അമേ സ്തോത്രം ഞങ്ങൾ താഴെയായിരുന്നു ആരാധിച്ചു കൊണ്ടിരുന്നത്. അമേൻ ശേഷം സ്തോത്രം ഹല്ലേലൂയ നമ്മൾ മുകളിലേക്ക് വന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അമേ സ്തോത്രം ഹല്ലേലൂയ ഒത്തിരി തമിഴ് സഹോദരങ്ങൾ ഉണ്ടെങ്കിലും അമേ സ്തോത്രം ഏറെ സ്തോത്രം മലയാള സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ അന്ന് ഉള്ളതിൽ ആരും ഇന്ന് ഇല്ല. അമേ സ്തോത്രം ഹല്ലേലൂയ ഞാനും അലക്സ് ബ്രദറും ഒക്കെ സ്തോത്രം ഹല്ലേലൂയ അമേ സ്തോത്രം അന്നത്തെ കാലഘട്ടത്തിലുള്ളവരാണ്. എനിക്ക് തോന്നുന്നു ജയപാൽ ബ്രദർ താഴെ ഉണ്ടോ? താഴെ ഉണ്ട്. സ്തോത്രം. ഇങ്ങനെ ഒരു ചിലർ മാത്രമേ അമേ സ്തോത്രം ഇവിടെ ഇപ്പോൾ ഉള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. സ്തോത്രം. അതൊക്കെ പിന്നെയാ വന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ വളർച്ച സ്തോത്രം ഹല്ലേലൂയ ആലയം സ്തോത്രം. ഇന്ന് റൂഫിലാണ്.
എന്നാൽ സ്തോത്രമാലയിലെ ആത്മീകമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അമേ സ്തോത്രമാലയിലെ പരിശുദ്ധാത്മാവിൻ്റെ ആ തികവും ദൈവവചനത്തിൻ്റെതായ വെളിച്ചമും വിശ്വാസവും അമേ സ്തോത്രം അന്നത്തെക്കാൾ അധികം ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ സ്തോത്രം? ഹല്ലേലൂയ. കാരണം നമ്മൾ അതിൽ സ്തോത്രം ഉറ്റിരിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെയും അമേ സ്തോത്രം വളർച്ച അമേ സ്തോത്രം ഹല്ലേലൂയ മുൻപിലത്തേക്കാൾ പിൻപിലത്തെ സ്തോത്രം വളർച്ച അധികമായിരുന്നു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ പ്രിയമുള്ളവരെ, എബ്രോൻ എന്ന് പറയുന്നത് ഇനിയും സ്തോത്രം ഹല്ലേലൂയ മുൻപിലത്തേക്കാൾ അമേ സ്തോത്രം ഹല്ലേലൂയ ഈ ആലയത്തിന്റെ മഹിമ ഇനിയും വലുതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ ഈ പ്രകാരം പ്രിയമുള്ളവരെ ദൂതായിട്ട് ഏറ്റെടുക്കണം. നമ്മൾ ഇവിടെ ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ സ്തോത്രം ഹല്ലേലൂയ, ഇനി മുൻപോട്ട് വരുന്നതായ കാലഘട്ടങ്ങളിൽ അമേ സ്തോത്രം ഹല്ലേലൂയ ഇത് ഒരു സ്തോത്രം ഹല്ലേലൂയ പ്രവചന വാക്കായി ഇവിടെ നിൽക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വചനമാണല്ലോ നമ്മൾ വായിക്കുന്നത്. ആമേ സ്തോത്രം. മുമ്പിൽ കണ്ടവർക്ക് അവൻ വിഷമം തോന്നി. ആമേ സ്തോത്രം ഹല്ലേലൂയ പഴയതുപോലെ ഇല്ലല്ലോ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന്. ആമേ സ്തോത്രം. പ്രിയമുള്ളവരെ, ബെന്തേക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്നത് പഴയ ബെന്തേക്കോസ്തിന്റെ അനുഭവം ഒന്നും ഇതിനകത്ത് കാണുന്നില്ലല്ലോ എന്ന് പലരും ചിന്തിച്ചേക്കാം. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അവസ്ഥകൾ അറിയുന്നവൻ, ഉള്ളന്തിര്യങ്ങളെ നന്നായി അറിയുന്ന ഒരു നല്ല കർത്താവ് ആമേ സ്തോത്രം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ. അവൻ ആമേ സ്തോത്രം നമ്മെ പണിയുവാൻ, നമ്മെ ഉപയോഗപ്പെടുത്തുവാൻ ആമേ സ്തോത്രം അവൻ നമുക്ക് വേണ്ടി അവൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മോശേ ആമേ സ്തോത്രം ഹല്ലേലൂയ കതിരമരം കൊണ്ട് നീ എനിക്കൊരു സമാഗമന കൂടാരം ഉണ്ടാക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആ കൂടാരത്തിന്റെ ഉള്ളിൽ പുരോഹിതനുണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേ കെട്ടുപോകാത്ത ഒരു നിലവിളക്കുണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ ഇടിച്ചു പിഴിഞ്ഞ ആമേ സ്തോത്രം ഒലിവെണ്ണ അതിൽ ഒഴിക്കാറുണ്ട്. അങ്ങനെ പല സ്തോത്രം ഹല്ലേലൂയ യാഗം അർപ്പിക്കുന്ന യാഗങ്ങളുണ്ട്, യാഗവസ്തുക്കൾ, യാഗപീഠം എല്ലാം സ്തോത്രം ഹല്ലേലൂയ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേ സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ അതിനെ പിൻപ് അവർ വാസസ്ഥലത്തെയും ബലിപീഠത്തെയും சுற்றி பிரகாரத்தை நிறுத்தி பிரகாரத்தின் தொங்கு திரையை தொங்க வைத்தான். இவ்விதமாய் மோசே வேலையை முடித்தான். அப்பொழுது ஒரு மேகம் ஆசரிப்பு கூடாரத்தை மூடினது. கர்த்தருடைய மகிமை வாசஸ்தலத்தை நிரப்பிட்டு അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രകാരം നിർത്തി പ്രകാരത്തിന്റെ വാതിലിന്റെ മരശീല തൂക്കി. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. പ്രിയമുള്ളവരെ, സ്തോത്രം മനസ്സിലാക്കുക. സ്തോത്രം സമയത്തിന് പരിധിയുള്ളത് കൊണ്ട് ഞാൻ അമേ സ്തോത്രം അത് ചുരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ് മഹിമൈ അമേ സ്തോത്രം ഹല്ലേലൂയ ആ സമാഗമന കൂടാരത്തിൽ അവൻ ഇറങ്ങി വന്നു. ശേഷം സ്തോത്രം ഹല്ലേലൂയ യെരുശലേം ദേവാലയം പണിതു, സലോമോൻ പണിത്. ആമേ സ്തോത്രം ഹല്ലേലൂയ. വചനം നമ്മൾ വായിക്കുമ്പോൾ ഈ സ്തോത്രം ഹല്ലേലൂയ സ്തെഫാനോസ് എന്താ പറയുന്നത്? ആമേ സ്തോത്രം ഹല്ലേലൂയ ഉന്നതമാനവർ கைகளினால் செய்யப்பட்ட ஆலயங்களில் வாசம் பண்ணுகிறதில்லை. வானம் எனக்கு சிங்காசனமும் பூமி எனக்கு பாதபடியுமா இருக்கிறது. எனக்காக நீங்கள் எப்படிப்பட்ட வீட்டை கட்டுவீர்கள்? நான் தங்கி இருக்கத்தக்க ஸ்தலம் எது? இவைகள் எல்லாவற்றையும் என்னுடைய கரம் உண்டாக்கவில்லையா என்று கர்த்தர் உரைக்கிறார் என்று தீர்க்கதரிசி சொல்லி இருக்கிறானே. ആമേൻ. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. പ്രവാചകൻ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സ്തോത്രം ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ സ്തോത്രം ഹല്ലേലൂയ 66-ാം അധ്യായത്തിൽ ആമേൻ പറഞ്ഞതായ തിരുവചനത്തെയാണ് ആമേൻ സ്തോത്രം സ്തെഫാനോസ് ഇവിടെ കോട്ട് ചെയ്ത് ആ ജനത്തോട് പറയുന്നത്. പ്രിയമുള്ളവരെ, സ്തോത്രം ഹല്ലേലൂയ கர்த்தர் சொல்லுகிறார் என்னவென்றால், வானம் எனக்கு சிங்காசனம், பூமி எனக்கு பாதபடி, நீங்கள் எனக்கு கட்டும் ஆலயம் எப்படிப்பட்டது? நான் தங்கி இருக்கும் ஸ்தலம். നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ മതി, നമുക്കറിയാം. സ്തോത്രം ഈ പ്രവാചകൻ പറഞ്ഞ വചനത്തെയാണ് അമേ സ്തോത്രം പുതിയ നിയമത്തിൽ അമേ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, സ്തോത്രം ഹല്ലേലൂയ ആലയം സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുവാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഭൂമിയിൽ പലരും ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങും നീ ഓടരുത്. സ്തോത്രം ഹല്ലേലൂയ 46-ാം സങ്കീർത്തനത്തിൽ പറയാണ് സ്തോത്രം ഹല്ലേലൂയ നീ ഇരിക്കേണ്ട ഇടത്ത് ഇരുന്ന് ഞാനാണ് ദൈവമെന്ന് നിങ്ങൾ ഈ അറിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു നദിയുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഉന്നതമായ ഒരു വാസം பண்ணுகிற ആമേൻ സ്തോത്രം ഇടത്തെല്ലാം അത് പാസ് ചെയ്യും. അതാണ് പരിശുദ്ധാത്മാവ്. നീ ഇരിക്കേണ്ട ഇടത്ത് ഇരുന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവം ആരാണ്, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞാൽ മതി.
ആമേ സ്തോത്രം. വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നീ ബത്തേലി ഓടണ്ട, ആമേ സ്തോത്രം, അവിടെ ദൈവമുണ്ടെന്ന് നീ നോക്കരുത്. പ്രിയമുള്ളവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആമേൻ ആ മലയിലും ഈ മലയിലുമായിട്ട് നീ പോകേണ്ട ആവശ്യമില്ല. ആമേ സ്തോത്രം ഹല്ലേലൂയ. നീ ഇരിക്കേണ്ട ഇടത്ത് ഇരുന്ന് ആമേ സ്തോത്രം ഹല്ലേലൂയ യഹോവ ദൈവമെന്ന് അറിയുവാൻ തക്കവണ്ണമുള്ള നല്ല ഒരു അറിവ് നമുക്ക് ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ സ്തോത്രം, പിற்കാലങ്ങളിൽ ആമേ സ്തോത്രം ഇത്രമാത്രം ആഗ്രഹിക്കുകയും ഇത്രമാത്രം കൊതിക്കുകയും ചെയ്ത നമ്മുടെ നല്ല കർത്താവ് ആമേ സ്തോത്രം പിൽക്കാലങ്ങളിൽ ആമേ സ്തോത്രം എല്ലാം വെറുക്കുകയാണ്. മനുഷ്യൻ്റെ പ്രവൃത്തി മുഖാന്തരം ദേവാലയത്തിൽ സ്തോത്രം അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായ ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടപ്പെടാതെ കടന്നു വരികയാണ്. അപ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ യെശയ്യാ പ്രവാചകനെ കൊണ്ട് കർത്താവ് പറയാണ് സ്തോത്രം ഹല്ലേലൂയ. യെശയ്യാ പ്രവാചക ആമേ സ്തോത്രം ഹല്ലേലൂയ ആടും മാടും എല്ലാം ആമേ തൻ്റെ യജമാനന് അറിയുന്നുണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ജനം ആമേൻ അറിയുന്നില്ല. എന്നാൽ മനസ്സിലാക്കണം സ്തോത്രം ഹല്ലേലൂയ. ആമേ സ്തോത്രം കർത്താവ് പറയാണ് എൻ്റെ 11-ാമത്തെ വാക്യത്തിൽ യെശയ്യാ 1:11 പറയാണ്, உங்கள் பலிகளின் திரள் எனக்கு என்னத்துக்கு என்று கர்த்தர் சொல்லுகிறார். திரள் எனக்கு என்னத்திற்கு என்று கர்த்தர் சொல்லுகிறார். ஆட்டுக்கடாக்களின் தகன பலிகளும் கொளுத்த மிருகங்களின் நினமும் எனக்கு அரோசிகமா இருக்கிறது. காளைகள் ஆட்டுக்குட்டிகள் கடாக்களுடைய இரத்தத்தின் மேல் எனக்கு பிரியமில்லை. 13-14 வாக்கியம். இனி வீண் காணிக்கைகளை கொண்டு வர வேண்டாம். அவசியமில்லாத காணிக்கைகள் கொண்டு வரக்கூடாது. தூபம் காட்டுதல் எனக்கு அருவருப்பா இருக்கிறது. ആമേ സ്തോത്രം. ലാഹില പിലമാലോന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് യാഗോവ പള്ളിയിലൊക്കെ വായിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ അവിടെ പോയിട്ടുണ്ട് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമില്ല. நீங்கள் அக்கிரமத்தோட ஆசரிக்கிற மாத பிறப்பையும் മനസ്സ് ശുദ്ധിയില്ലാതെ നിങ്ങൾ ആചരിக்கிற ஒவ்வொரு ஆராதனைகளும் ஓய்வு நாளையும் சபை கூட்டத்தையும் நான் இனி சகிக்க மாட்டேன். வேண்டாது, എനിക്ക് ഇഷ്ടമില്ല, ഞാൻ അത് വെറുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ ഓർക്കണം സ്തോത്രം ഹല്ലേലൂയ. മനുഷ്യന്റെ നടുവിൽ പാർക്കുവാൻ ഇച്ഛിച്ചിട്ട് ആമേ സ്തോത്രം എനിക്ക് ഒരു സ്ഥലം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ജനത്തോട് പറഞ്ഞപ്പോൾ അവർ ഉണ്ടാക്കി. വളരെ സന്തോഷമായിരുന്നു. ദൈവത്തിന്റെ തേജസ് അതിൽ ഇറങ്ങി വന്ന് അതിനെ മൂടുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. தேவ மகிமை அதை மூடிட்டு என்று சொல்லி வேதத்திலே நாம் பார்க்கிறோம். ஆனால் பிற்காலங்களில் பிரியமுள்ளவர்களே ஆமே ஸ்தோத்திரம் ஹல்லேலூயா மனுஷன் நேருள்ளவன் இல்லாததினால் ஆமே ஸ்தோத்திரம் ஹல்லேலூயா தெய்வம் അവരിൽ സ്തോത്രം ഹല്ലേലൂയ അവിടെ നിന്ന് അകന്നുപോയി ഇവരുടെ പ്രവൃത്തികളെല്ലാം വെറുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ കാലക്രമേണ വന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ കാല സമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ ജനിച്ചവനും ആമേ സ്തോത്രം ഹല്ലേലൂയ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. 4-ാം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പറയാണ് സ്തോത്രം ഹല്ലേലൂയ കാല സമ്പൂർണത ആയപ്പോൾ കാലം തികഞ്ഞപ്പോൾ മതി. കാലം നിറവേറുന്ന പോത് സ്ത്രീയിടത്തിൽ പിറന്നവരും പോതമാ. അത് സെന്റൻസിന് വേണ്ടി മാത്രം ഞാൻ അത് വിഷയം എടുക്കുന്നില്ല. ആമേ സ്തോത്രം ഹല്ലേലൂയ. കാലം തികഞ്ഞ പൊழுது ആമേ സ്തോത്രം യേശു സ്ത്രീയിടത്തിൽ அவர் பிறந்து வந்ததை பார்க்கிறோம். அகிலாண்டத்தின் உடையவனாகிய தேவனாகிய கர்த்தர் ஆமே ஸ்தோத்திரம் ஹல்லேலூய அவர் ஸ்தோத்திரம் ஹல்லேலூய தேவனாகவே பூமியில் இறங்கி வர முடியாது. தேவனாகவே பூமியில இறங்கி வந்தால் நாம் ஒருவரும் இருக்கவும் முடியாது. ஆமே ஸ்தோத்திரம் ஹல்லேலூயா. അഗ്നിമയமான അഗ്നി സിംഹാസനത്തിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ ഇരിക്കുന്ന ആ അഗ്നിമയമായ ദൈവം ആ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മൾ ആരും ജീവിച്ചിരിക്കുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം സ്തോത്രം ഹല്ലേലൂയ മനുഷ്യന്റെ ഇടയിൽ പാർക്കുവാൻ അന്ന് കൊതിച്ച അതേ ദൈവം ആമേ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് പറയാണ് ഞാൻ ഇവരുടെ ഇടയിൽ വരേണ്ടത് ആവശ്യമായതുകൊണ്ട് പറയാണ് സ്തോത്രം ഹല്ലേലൂയ താൻ ജഡത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം ആകയാൽ ഉലകത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ ഉലകത്തിൽ പ്രവേശിക്കുമ്പോൾ ബലിയെയും കാണിക്കയും നീർ വിരുമ്പവില്ലേ ഒരു ശരീരത്തെ എനിക്ക് ആയത്തം പണിനീർ. ലോകത്തിൽ വരുമ്പോൾ കനനയാകും വഴിപാടും നീ ഇച്ഛിക്കുന്നില്ല. അവൻ സ്തോത്രം ശ്രദ്ധിക്കണം സ്തോത്രം ഹല്ലേലൂയ. ദൈവം പറയാണ് സ്തോത്രം ഹല്ലേലൂയ ഈ വാക്യം എബ്രായർക്ക് ആമേ സ്തോത്രം പൗലോസ് എഴുതുകയാണ്.
പ്രിയമുള്ളവരെ സ്തോത്രം. അല്ലെ, ന്യായപ്രമാണത്തിൻ്റെ സബ്ജക്റ്റ് ആമേ സ്തോത്രം എബ്രായർക്ക് ആമേ സ്തോത്രം എഴുതി കൊടുക്കുകയാണ്. താൻ ആരാണെന്നും എഴുത്തുകാരൻ ആരാണെന്നും പറയാതെ വിധത്തിലാണ് ആമേ സ്തോത്രം അല്ലെ ഈ സെൻറ്റൻസുകളൊക്കെ എഴുതുന്ന ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുകയാണ്. ഇന്നും അവർ യേശുവിനെ ഏറ്റെടുത്തിട്ടില്ല. ആമേൻ. അന്നും ഈ എബ്രായർ യേശുവിനെ ഏറ്റിട്ടില്ല. അതുകൊണ്ട് സ്തോത്രം അല്ലേലിയ മറൈമുഖമായി ആമേ സ്തോത്രം അല്ലേലിയ യേശു ആമേ ശരീരത്തിൽ സാക്ഷാൽ ദൈവം ആമേ സ്തോത്രം യേശു എന്ന രൂപത്തിൽ ശരീരത്തിൽ ആമേ സ്തോത്രം അല്ലേലിയ ഭൂമിയിൽ വെളിപ്പെട്ടു വന്നതായിട്ടാണ് ആമേ സ്തോത്രം അല്ലേലിയ. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന് ഒരു ശരീരം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ സ്തോത്രം അല്ലേലിയ. അതുകൊണ്ടാണ് അവിടെ എബ്രായ ലേഖനം അത് ഒരിക്കൽ കൂടി വായിക്കാം. നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു, അല്ലൊന്നും മതി. സ്തോത്രം ഹല്ലേലൂയ. ദൈവം ഭൂമിയിലേക്ക് വരുവാൻ ഒരു ശരീരം ആവശ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. സ്തോത്രം ഹല്ലേലൂയ. ദൈവം ഭൂമിയിലേക്ക് വരുവാൻ ആമേ സ്തോത്രം ഹല്ലേലൂയ അവന് നമ്മെ പോലെ ഒരു ശരീരം വേണമായിരുന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇബ്രായ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോടുകൂടി ഉള്ളവരാണ്. ആമേ സ്തോത്രം ഹല്ലേലൂയ. പിള്ളകൾ മാംസത്തെയും രക്തത്തെയും ഉடையவர்களாய் இருக்கிறபடியினால் அவரும் அதே போல மாம்சத்தையும் இரத்தத்தையும் உடையவராக பூமிக்கு இறங்கி வந்தார் என்று சொல்லி வேதத்திலே பார்க்கிறோம். ஆமே ஸ்தோத்திரம். தேவனுடைய பிள்ளைகளே, ஆமே, நாம் ஒவ்வொரு நாளும் கர்த்தருடைய வார்த்தைகளை பிரசங்கிக்கும் பொழுது இயேசு கிறிஸ்து சாட்சால் உண்மையுள்ள தேவன் என்பதை குறித்து நாம் அறிந்திருக்க வேண்டும். ஹல்லேலூயா. ஆமென் ஸ்தோத்திரம். இயேசு கிறிஸ்து ஆமென் ஸ்தோத்திரம் ஆவியான அதே தேவன் இயேசு கிறிஸ்து சாட்சால் உண்மையுள்ள தேவன் என்பதை குறித்து நாம் அறிந்திருக்க வேண்டும். ஸ்தோத்திரம் ஹல்லேலூயா. அதற்காகத்தான் ஸ்தோத்திரம் பிரியமுள்ளவர்களே தலைமுறையாக ஆமென் ஸ்தோத்திரம் ஹல்லேலூயா கூடி வரவு ஆமென் ஸ்தோத்திரம் ஆராதனை கிரமங்கள் எல்லாவற்றையும் பூமியிலே ஆண்டவர் ஆமென் ஸ்தோத்திரம் நமக்காக தந்திருக்கிறார். ஹல்லேலூயா. எதற்காக ஸ்தோத்திரம் ஹல்லேலூயா? என்னை அறிகிற ஒரு அறிவு உங்களுக்கு வர வேண்டும். என்னை அறிகிற ஒரு அறிவு உங்களுக்கு வர வேண்டும். பூர்வ காலத்தில் நான் எப்படி இருந்தேன், இப்பொழுது நான் எப்படி இருக்கிறேன், இப்பொழுது நான் என்ன செய்து கொண்டிருக்கிறேன் என்பதை குறித்து ஒரு அறிவு உங்களுக்கு வர வேண்டும் என்பதற்காகத்தான் ஆமென் ஸ்தோத்திரம் ஹல்லேலூயா இப்படிப்பட்ட ஆமென் ஸ்தோத்திர கூட்டாய்மைகள் கூடி வரவுகள் தன் மக்களுக்காக ஆமென் ஸ்தோத்திர திருவசன சத்தியங்களை நாம் ஸ்தோத்திரம் ஹல்லேலூயா வெளிப்படுத்தி கொடுக்க வேண்டிய ஆமென் ஸ்தோத்திரம் கொடுத்து கொண்டிருக்கிறோம். ஸ்தோத்திரம். அன்பு தேவனுடைய பிள்ளைகளே, ஸ்தோத்திரம் ஹல்லேலூயா. வேதத்தை அவர் வாசிக்கிற ஸ்தோத்திரம் இயேசு கிறிஸ்து ஆமென் ஸ்தோத்திரம் மாம்சத்தில் வெளிப்பட்டு வந்தார். ஆனால் ஸ்தோத்திரம் ஹல்லேலூயா ஆமென் 10ஆம் வசனத்தை வாசிங்க. യേശു ക്രിസ്തുവിന്റെ ശരീരം ഒരേ തരം ബലിയിടപ്പെട്ടതിനാലേ യേശു ക്രിസ്തുവിൻ ശരീരം ஒரே தரம் பலியிடப்பட்டபடியினாலே அந்த சித்தத்தின்படி நாம் பரிசுத்தமாக்கப்பட்டிருக்கிறோம். ஆமென் ஸ்தோத்திரம். பிதாவாகிய தேவனுடைய சித்தத்தின்படி இயேசு கிறிஸ்து நமக்காக பலியிடப்பட்டதினாலே அவருடைய இரத்தத்தினாலே நமக்கு ஒரு சுத்திகரணம் ஆமென் ஸ்தோத்திரம் நமக்கு உண்டாகியிருக்கிறது. ஹல்லேலூயா. ஹல்லேலூயா. அது மலையாளத்தில் வாയിക്കാം. ആയിഷ്ടത്താൽ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇനി യാഗമുണ്ടോ പ്രിയമുള്ളവരെ? ഇല്ല. അപ്പോൾ ഈ ലോകത്തിൽ ചെയ്യുന്നതായ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കർമാചാരങ്ങളും യാഗങ്ങളും ആമേൻ ദൈവം പ്രസാദിക്കുമോ? പ്രസാദിക്കുകയില്ല. ഒരിക്കലും പ്രസാദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലായി യേശു നമുക്കായി ഇറക്കപ്പെട്ടു. ஆமென் ஸ்தோத்திரம் ஹல்லேலூயா. ஃபினிஷ் தீர்ந்து ஆமென். ஆமென் ஸ்தோத்திரம் முடிந்தது. அங்கே தாழே சொல்லப்படுகிறது. ஸ்தோத்திரம் ஹல்லேலூயா. அந்த வாசிங்க தமிழ்ல. இயேசு கிறிஸ்துவினுடைய சரீரம் ஒரே தரம் பலியிடப்பட்டதினாலே அந்த சித்தத்தின்படி நாம் பரிசுத்தமாக்கப்பட்டிருக்கிறோம். அவருடைய சித்தத்தின்படி அந்த சித்தத்தின்படி நாம் பரிசுத்தமாக்கப்பட்டிருக்கிறோம். ஆமென் ஸ்தோத்திரம் ஹல்லேலூயா. 14-15 கூடி சேர்த்து வாசிங்க. ஏனெனில் பரிசுத்தமாக்கப்படுகிறவர்களை ஒரே பலியினாலே ஒரே பலியினாலே இவர் என்றென்றைக்கும் பூரணப்படுத்தி இருக்கிறார். இதை குறித்து பரிசுத்த ஆவியானவரும் நமக்கு சாட்சி சொல்லி இருக்கிறார். ஹல்லேலூயா. ஹல்லேலூயா. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷിയാകുന്നു. വിശ്വസിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഇതാണ് വിഷയം. വിശ്വസിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ യേശു ചെയ്തത് എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന യേശുവിനെ ആരാധിക്കാൻ വന്നവർ
ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിശ്വസിക്കണം. ഏകയാഗത്താൽ നമുക്കൊരു ശുദ്ധീകരണം, ആമേൻ സ്തോത്രം പരിപൂർണതയും നമുക്ക് ലഭിക്കുന്നു. ഇത് ആർക്കാണ് എഴുതുന്നതെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ അന്നത്തെ കാലഘട്ടത്തിൽ യേശുവിനെ കൈക്കൊള്ളാത്ത, ആമേൻ സ്തോത്രം ഹല്ലേലൂയ എത്ര വട്ടം, ഈ 6-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ 6-ാം അധ്യായത്തിന് 5-ാം വാക്യമാണോ? தேவனுடைய நல்வார்த்தையும் இனிவரும் உலகத்தின் பலன்களையும் ருசி பார்த்தும் மறுதலித்து போனவர்கள் தேவனுடைய குமாரனை தாங்களே மறுபடியும் சிலுவையில் அறைந்து அவமானப்படுத்துகிறபடியால் மனம் திரும்புவதற்கு ஏதுவாய் அவர்களை மறுபடியும் புதுப்பிக்கிறது கூடாத காரியம். எப்படி எனில் தன்மேல் அடிக்கடி பெய்கிற மழையை குடித்து தன்னிடத்தில் பயிரிடுகிறவர்களுக்கு ஏற்ற பயிரை முளைப்பிக்கும் நிலமானது தேவனால் ஆசீர்வாதம் பெறும் முள் செடிகளையும் முள் பூண்டுகளை முளைப்பிக்கிறது நிலமோ தகாததாயும் சபிக்கப்படுகிறதுக்கு ஏற்றதுமா இருக்கிறது. சுட்டரிக்கப்படுவதே அதன் முடிவு. ദൈവത്തിന്റെ നല്ല വചനവും മതി. സ്തോത്രം. ഈ സത്യത്തെ ആസ്വദിച്ചതായ ആമേൻ സ്തോത്രം എബ്രായ ബാലന്മാരെ, എബ്രായരെ, ഇസ്രായേലിയരെ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ യേശുവിനെ വിട്ടിട്ട്, ഈ സത്യത്തെ വിട്ടിട്ട് നിങ്ങൾ ഇനി പുറകോട്ട് പോയാൽ നിങ്ങൾക്ക് മാനസാന്തരത്തിന് വേണ്ടി ഒരു വഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. സ്തോത്രം ഹല്ലേലൂയ. ഈ വചനത്തെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അറിയാതെ ക്രിസ്തീയ ദൈവമക്കൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഏറ്റെടുത്ത് മരിച്ചവരുണ്ട്. ഇനി എനിക്ക് പാപമോചനം കിട്ടത്തില്ല, എനിക്കിനി ഒരു മാനസാന്തരം ഉണ്ടാകത്തില്ല. ഒരിക്കലും അത് ചെയ്യരുത് പ്രിയമുള്ളവരെ. എബ്രായർക്ക് എഴുതുകയാണ് ആമേൻ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ്. എബ്രായരെ, എബ്രായരെ, യേശു സാക്ഷാൽ ദൈവമെന്ന് നിങ്ങൾ സ്തോത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ, നിങ്ങളിത് അറിഞ്ഞിട്ടും ഇപ്പോൾ പിന്നെയും നിങ്ങൾ പഴയതിലേക്ക്, ഇതിന് സത്യത്തെ വിട്ടിട്ട് പിന്നെയും പഴയതിലേക്ക് പോയാൽ ഇനി നിങ്ങൾക്കൊരു മാനസാന്തരം ഒരിക്കലും ഉണ്ടാകുകയില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യെരൂശലേമിനെ നോക്കിയിട്ട്, യെരൂശലേമേ, യെരൂശലേമേ, എത്ര വട്ടം സ്തോത്രം ഹല്ലേലൂയ അവൻ കോഴി തൻ കുഞ്ഞുങ്ങളെ ചിറകുകൾ മറയ്ക്കുന്നത് പോലെ ഞാൻ എത്ര വട്ടം ഞാൻ ആഗ്രഹിച്ചു, പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സില്ലാതെ പോയി. എത്രയോ പ്രവാചകന്മാരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പലവട്ടം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മഴ പെയ്പ്പിച്ചു, പലവട്ടം മഴ പെയ്പ്പിച്ചിട്ടും ആമേൻ സ്തോത്രം നിങ്ങൾക്ക് ഗുണമില്ലാതെ പോയി. എത്രയോ പ്രവാചകന്മാർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയച്ചു, എത്ര മുൻമാരി എത്ര പിന്മാരി ഞാൻ അയച്ചു, പക്ഷെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തില്ല. മുള്ളും കുരുക്കും ഉണ്ടാക്കുന്ന ഭൂമിയായി നിങ്ങൾ മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാനസാന്തരം ഇനി അവൻ യേശു കഴിഞ്ഞാൽ മറ്റൊരു മാനസാന്തരം, മറ്റൊരു പ്രവാചകൻ വന്ന് നിങ്ങൾക്ക് മാനസാന്തരപ്പെടുത്തുവാൻ സാധ്യമല്ല. യേശുവാണ് മാനസാന്തരത്തിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രതിനിധി. അതുകൊണ്ടാണ് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ യേശുവിനെ വിട്ട്, സത്യം അറിഞ്ഞിട്ടും സത്യത്തെ വിട്ട് നിങ്ങൾ പുറകോട്ട് പോയാൽ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. സ്തോത്രം. ഞാൻ ആ സെന്റൻസ് ഞാൻ എടുത്തതേ ഉള്ളൂ. നമ്മൾ ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ യേശു ശരീരത്തിൽ വെളിപ്പെട്ടു വന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ യേശു പറയുന്നതായ ഒരു പദമുണ്ട്, ആലയം സ്തോത്രം ഇതൊന്നും ആമേൻ ഖനനയാഗം, ആമേൻ ആട്ടുകൊട്ടന്മാരുടെ യാതൊരു യാഗവും ഇപ്പോൾ ദൈവം പ്രസാദിക്കുന്നില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കാരണം യേശു ഒരിക്കലായി അർക്കപ്പെട്ട് യാഗമായി തീർന്നു. തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ 6:16 കർത്താവ് ഒരു പദം പറയുന്നുണ്ട്. വേഗത്തിൽ വായിക്കാൻ. தேவனுடைய ஆலயத்துக்கும் விக்கிரகங்களுக்கும் சம்பந்தம் ஏது? நான் அவர்களுக்குள்ளே வாசம் பண்ணி அவர்களுக்குள்ளே உலாவி அவர்கள் தேவனாய் இருப்பேன், அவர்கள் என் ஜனங்களாய் இருப்பார்கள் என்று தேவன் சொன்னபடி நீங்கள் ஜீவனுள்ள தேவனுடைய ஆலயமாய் இருக்கிறீர்களே. அதுதான் பாயிண்ட். புரியுதா? நீங்கள் ஜீவனுள்ள தேவனுடைய ஆலயமாய் இருக்கிறீர்கள். ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ആലയത്തിനും വിഗ്രഹത്തിനും ചേർച്ചയില്ല. ആലയത്തിനും വിഗ്രഹത്തിനും യാതൊരു ചേർച്ചയില്ല പ്രിയമുള്ളവരെ. സ്തോത്രം ഹല്ലേലൂയ. ആലയം, അതുകൊണ്ടാണ് സ്തെഫാനോസ് പറയുന്നത്, കൈകൊണ്ട് പണിയുന്നതിൽ ആമേൻ സ്തോത്രം അത്യുന്നതൻ വസിക്കുന്നില്ല.
ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നീ എത്രമാത്രം ഗോപുരങ്ങൾ ഉണ്ടാക്ക്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങളുടെ പരിസരങ്ങളിലൊക്കെയും 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ മുടക്കി സ്തോത്രം ഹല്ലേലൂയ അതിനെ പട്ടിയാണിച്ച് മനുഷ്യൻ ഉണ്ടാക്കിയ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ആ മൺകൂടാരത്തെ പട്ടിയാണിച്ച് നിർത്തി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഭക്ഷണത്തിന് ആഹാരമില്ലാതെ കിടക്കുന്ന എത്രമാത്രം ജനം. എന്നാൽ തിരിഞ്ഞ് പുറകോട്ട് നോക്കത്തില്ല. ഇവർ സ്തോത്രം ഹല്ലേലൂയ വേസ്റ്റായിട്ട് ആമേൻ സ്തോത്രം. അതുകൊണ്ടാണ് വീണായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നിൻ്റെ പിറകിലും പോകരുത് പ്രിയമുള്ളവരെ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആരും എന്തും കാട്ടിക്കൂട്ടട്ടെ. ദൈവമക്കൾ, ദൈവത്തിനു വേണ്ടി, യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സ്തോത്രം ഹല്ലേലൂയ. അബ്രഹാം കൽദയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ബാബേലിൽ ആയിരുന്നു സ്തോത്രം. അവിടെ വിഗ്രഹാരാധികൾ ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ ജോലിയും അത് തന്നെയായിരുന്നു. എന്നാൽ ആ അസുത്തത്തിൽ നിന്ന് ആമേൻ സ്തോത്രം ദൈവം തനിക്കായി വേർപിരിച്ചതാണ് അബ്രഹാം. വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് വിശുദ്ധ വംശം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വിശുദ്ധ വംശത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ശാഠ്യങ്ങളെല്ലാം ഉണ്ട്, ദുഷ്ശാഠ്യങ്ങളെല്ലാം ഉണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ യേശു അത് നിൽക്കട്ടെ, ഞാൻ പറയാം സ്തോത്രം ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിന്റെ 3:9 കൂടി പറയാണ്. ഈ വചനം തന്നെയാണ് പറയുന്നത്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ 1 കൊരിന്ത്യർ ലേഖനം 3:9 நாங்கள் தேவனுடைய உடன் வேலையாட்களாய் இருக்கிறோம். நாங்கள் ஆமென் உங்கள் உடன் வேலையாட்களாய் இருக்கிறோம். நீங்கள் தேவனுடைய பண்ணையும் தேவனுடைய மாளிகையுமாய் இருக்கிறீர்கள். നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആരാണ്? ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് തമിഴിൽ കடைசி സെന്റൻസ് വാസിക്കുമോ? தேவனுடைய மாளிகையுமாய் இருக்கிறோம். സ്തോത്രം ഹല്ലേലൂയ. ദൈവമക്കളെ മനസ്സിലാക്കണം സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ ഗ്രഹ നിർമ്മാണം. സ്തോത്രം ഹല്ലേലൂയ. നന്നായിട്ട് മനസ്സിലാക്കണം സ്തോത്രം. അത് തന്നെയാണ് പറയുന്നത്. ആമേൻ കൊരിന്ത്യർ ലേഖനം 6:19 உங்கள் சரீரமானது நீங்கள் தேவனாலே பெற்றும் உங்கள் சரீரமானது நீங்கள் தேவனாலே பெற்றும் உங்களில் தங்கி இருக்கிற பரிசுத்த ஆவியினுடைய ஆலயமாய் இருக்கிறதென்றும் நீங்கள் உங்களுடையவர்கள் அல்ல என்றும் நீங்கள் അറിയാமல் இருக்கிறீர்களா? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും. ആരുടെ ശരീരം? നമ്മളുടെ ഓരോ ആരുടെ ശരീരം? ആ ശരീരം ഇപ്പൊ എങ്ങനെയായിരിക്കണം? പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു ഭവനമായിരിക്കണം. ഞാൻ പറയട്ടെ സ്തോത്രം ഹല്ലേലൂയ. ഞാനൊരു ഭവനം പണിയുമ്പോൾ അത് എനിക്ക് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ എത്ര നഷ്ടം വന്നാലും അതിനെ പൊളിച്ച് എൻ്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ഞാൻ പണിയും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കർത്താവ് പണിയിൽ താമസിക്കുവാൻ പരിശുദ്ധാത്മാവിനെ സ്തോത്രം ഹല്ലേലൂയ താമസിക്കുന്ന മന്ദിരമായി നമ്മളെ ആമേൻ സ്തോത്രം ദൈവമാക്കുമ്പോൾ മനസ്സിലാക്കണം സ്തോത്രം ഹല്ലേലൂയ. എന്തുകൊണ്ട് എൻ്റെ ശരീരത്തിന് സുഖമില്ല? എന്തുകൊണ്ട് എൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് ആമേൻ ഇന്ന വീഴ്ചകൾ, എന്തുകൊണ്ട് എനിക്ക് നഷ്ടങ്ങൾ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമ്മളിൽ ചോദ്യം വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന് ഇഷ്ടത്തിന് ഒത്തവണ്ണം വസിക്കുവാൻ അത് കഴിയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പ്രകാരം അതിൽ ആ മന്ദിരം ആമേൻ സ്തോത്രം ഹല്ലേലൂയ തനിക്ക് വസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ദിനം പ്രതി പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഇടിക്കും പൊളിക്കും എല്ലാം ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ. ഇടിക്കുമ്പോൾ പൊളിക്കുമ്പോഴൊക്കെയും വേദനകൾ ഉണ്ടാവും പ്രിയമുള്ളവരെ. ആമേൻ. ശരീരത്തിൽ വേദനകൾ ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അല്ലാതെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ഒരിക്കലും നാവ് കൊണ്ട് പറയരുത്. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവരല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ സ്തോത്രം പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിന് ഒത്തവണ്ണം ദൈവം വസിക്കുവാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒക്കാതെ വരുമ്പോഴാണ് അതിനെ ദൈവം സ്തോത്രം ഹല്ലേലൂയ വേദനകൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശരീരത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പല വിധത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നുറുക്കപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്തുകൊണ്ടെന്നറിയാമോ?
തള്ളിക്കളയാനല്ല, ആമേ സ്തോത്രം ഹല്ലേലൂയ, ഉടച്ച് അതിനെ നശിപ്പിക്കുവാനല്ല. ആമേ സ്തോത്രം ഹല്ലേലൂയ. നീ സ്തോത്രം യെരമ്യാവ് പാത്രം പണിതുകൊണ്ടിരുന്നപ്പോൾ അത് ചീത്തയായപ്പോൾ അതിനെ എടുത്ത് പിന്നെയും അവൻ വാരി കോരി ആമേ സ്തോത്രം ഹല്ലേലൂയ ചക്കരത്തിന്മേൽ വെച്ചു. എന്തുകൊണ്ടെന്ന് അറിയാമോ? താൻ കഷ്ടപ്പെട്ട മണ്ണാണ്, താൻ കഷ്ടപ്പെട്ട് വെട്ടി എടുത്ത് തോൾമേൽ ചുമന്ന് ആമേ സ്തോത്രം കൊണ്ടുവന്ന് കാലുകൊണ്ട് മിതിച്ച് ആമേ സ്തോത്രം ഹല്ലേലൂയ അത്രമാത്രം ആമേൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത മണ്ണിനെ എടുത്തു കളയുവാൻ അവന് സാധ്യമല്ല. അതിനെ മറ്റൊരു പാത്രമായി ആമേ സ്തോത്രം താൻ മെനയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ, വചനം പറയും സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം നിങ്ങളുടെ ശരീരം தேவனாலே பெற்றும் உங்களில் தங்கி இருக்கிற பரிசுத்த ஆவியினுடைய ஆலயமாய் இருக்கிறதென்றும் நீங்கள் உங்களுடையவர்கள் அல்லவென்றும் அறியீர்களா? ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ ദൈവം ആഗ്രഹിച്ചു മന്ദിരം പണിയുക. ആമേ സ്തോത്രം ഞാൻ അവിടെ പാർത്തുകൊള്ളും. ആമേ സ്തോത്രം അതുപോലെ ദൈവം ആമേ സ്തോത്രം എന്ത് ചെയ്തു? കടന്നു വന്നു. അവന്റെ തേജസ് കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ മന്ദിരങ്ങളെല്ലാം നിറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ കാലസമ്പൂർണ്ണതായപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തികളൊന്നും ആമേ സ്തോത്രം ദൈവത്തിന്റെ മുമ്പിൽ നേരുള്ള ഇല്ലാത്തത് കൊണ്ട് താൻ എന്ത് ചെയ്യുവാനും തക്കവണ്ണം ഇടയായി. അതിനെല്ലാം വെറുത്തിട്ട് പറഞ്ഞു ആമേ സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ സ്തോത്രം 30 സംവത്സരം ആമേ മാതാപിതാക്കൾക്ക് ആമേ സ്തോത്രം അടങ്ങി കർത്താവ് വാഴ്ന്നു. എന്നാൽ സ്തോത്രം 3.5 കൊല്ലമായപ്പോൾ താൻ എഴുന്നേറ്റു. ആമേ സ്തോത്രം ഹല്ലേലൂയ സ്വർഗ്ഗരാജ്യത്തെ കുറിച്ച് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. തൻ്റെ സ്തോത്രം ഹല്ലേലൂയ പാപപരിഹാരത്തിന് വേണ്ടി താൻ സകലവും നിവൃത്തീകരിച്ചതിന് ശേഷം ആമേ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് സ്തോത്രം താൻ എവിടെ നിന്ന് വന്നു അവിടേക്ക് പോയി അവിടെ ആമേ സ്തോത്രം പിതാവിൻ്റെ ഭാഗത്ത് വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയും സ്തോത്രം ഹല്ലേലൂയ 3.5 കൊല്ലത്തെ ശുശ്രൂഷയിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ അവൻ സ്തോത്രം മനുഷ്യരോട് സഞ്ചരിച്ച് നടന്നിട്ട് ആമേ സ്തോത്രം ഹല്ലേലൂയ മനുഷ്യൻ ചെയ്യേണ്ടതായ ഓരോ വിധങ്ങളെയും ഓരോ കാര്യങ്ങളെയും പഠിപ്പിച്ചതിന് ശേഷം ആമേ സ്തോത്രം ഹല്ലേലൂയ പാപത്തിൽ അകന്ന് കിടന്ന ആമേ സ്തോത്രം ഹല്ലേലൂയ എന്താ പറയേണ്ടത്? സ്തോത്രം ഹല്ലേലൂയ ഈ കതിരമരം സ്തോത്രം ഹല്ലേലൂയ കതിരമരം ആമേ സ്തോത്രം ഹല്ലേലൂയ ലോകത്തോട് സ്തോത്രം ഹല്ലേലൂയ മറ്റ മരങ്ങളോട് പിന്നി പിടഞ്ഞു കിടന്നതായ ആ മരത്തെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ വചനത്താൽ അതിനെ വെട്ടി ശാഖകൾ വെട്ടി നാളുകൾ നാൾപ്പട അതിനെ വെട്ടി വെള്ളത്തിലിട്ട് അതിന്റെ പിശിനും അതിന്റെ ആമേ സ്തോത്രം ഹല്ലേലൂയ കൊള്ളാത്തതെല്ലാം ആമേ സ്തോത്രം ഹല്ലേലൂയ മാറ്റി നല്ല ഒരു ഉപകരണമായി മാറ്റി ആമേ സ്തോത്രം ഇന്ന് ഓരോന്നും ആമേ സ്തോത്രം നല്ല ഒരു ഉപകരണങ്ങളായി ഇവിടെ ആമേ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ മർമ്മം അറിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഇതിന്റെ മർമ്മമാണ് ഞാൻ ഈ പറയുന്ന ദൈവത്തിന്റെ വചനം. മറഞ്ഞു കിടക്കുന്ന രഹസ്യം നമ്മെ സ്തോത്രം ഹല്ലേലൂയ ഉദ്ധരിക്കുവാൻ നമ്മെ കൊണ്ടുവരുവാൻ ആമേ സ്തോത്രം ഹല്ലേലൂയ ചുമ്മാ യേശു കാൽവരിയിൽ മരിച്ചതല്ല. ഓരോ ആമേ സ്തോത്രം ഹല്ലേലൂയ എത്രമാത്രം പ്രോസസ്സിങ്ങിൽ കൂടി നമ്മെ കടത്തിയാണ് ഇന്ന് നല്ല ഒരു സ്തോത്രം ഹല്ലേലൂയ ഒരു സുന്ദരമായ ഒരു നല്ല സ്തോത്രം ഹല്ലേലൂയ ദൈവ സഭയായി നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ എബേസ്യ ലേഖനം വായിക്കുമ്പോൾ എൻ്റെ 2-ാം അധ്യായം 22-ാം വാക്യം அவர் மேல் நீங்களும் ஆவியினாலே தேவனுடைய வாசஸ்தலமாக எப்படி கூட்டி கட்டப்பட்டு வருகிறீர்கள். അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ യെസ് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ഓരോരുത്തരെയും സ്തോത്രം ഹല്ലേലൂയ അവിടെ ഇവിടങ്ങളായി കടന്നിരുന്ന ഓരോരുത്തരെയും സ്തോത്രം ഹല്ലേലൂയ നമ്മളെ ഓരോ ആമേ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 2-ാം വാക്യം ഒന്ന് വാസിക്കും. அவைகளில் நீங்கள் முற்காலத்தில் இவ்வுலக வழக்கத்திற்கு ஏற்றபடியாகவும் கீழ்ப்படியாமையின் பிள்ளைகளிடத்தில் இப்பொழுது கிரியை செய்கிற ஆகாயத்து அதிகாரி பிரபு ஆகிய ஆவிக்கேற்றபடியாகவும் நடந்து கொண்டீர்கள். அவர்களுக்குள்ளே நாம் எல்லாரும் முற்காலத்திலே நமது மாம்ச இச்சையின்படியே நடந்து நமது மாம்சமும் மனசும் விரும்பினவைகளை ചെയ്ത് മതി ശ്രദ്ധിക്കുക സ്തോത്രം ഹല്ലേലൂയ. ഇത് ഞാൻ ഈ വായിച്ചത് കതിരമരത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു? ആമേ സ്തോത്രം ഹല്ലേലൂയ മുൻകാലത്തിൽ ആമേ സ്തോത്രം ആമേ ഈ സിത്തി മരം
ആമേ സ്തോത്രം ഏത് അവസ്ഥയിൽ ആമേ സ്തോത്രം ആയിരുന്നു, അത് ഏത് അവസ്ഥയിൽ പ്രവർത്തിച്ചിരുന്നു മനസ്സിലാക്കണം സ്തോത്രം. മുൻകാലത്തിൽ നമ്മൾ ഇങ്ങനെ ഉള്ള അവസ്ഥയിലായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ ഏറ്റെടുത്തു, ക്രിസ്തുവിനെ കൈക്കൊണ്ട് ആമേ സ്തോത്രം. ക്രിസ്തുവിന്റെ മുകളിൽ അതിന്റെ മുകളത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്നിവരുടെ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ കെട്ടപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ. വെള്ളത്തിൽ സ്നാനമേറ്റ് കരകയറി വരുമ്പോൾ അവരോട് പറയാണ് സ്തോത്രം ഹല്ലേലൂയ, അപ്പോസ്തലിക കൂട്ടായ്മ ഇനി ആചരിക്കണം, ദൈവവചനം കേൾക്കണം. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെയും ആമേ സ്തോത്രം ഈ സഭയുടെ ഉള്ളിലുണ്ട്. ആർക്കു വേണ്ടിയിട്ടാണ്? ആമേ സ്തോത്രം ഹല്ലേലൂയ. ഈ കതിരമരമെന്ന ആമേ സ്തോത്രം ഹല്ലേലൂയ വേർതിരിക്കപ്പെട്ട യാഗപീഠം, ആമേൻ, ആലയം, സമാഗമന കൂടാരം, എല്ലാ ഉപകരണങ്ങളും പണിത് മാറ്റപ്പെട്ട പൊന്നുകൊണ്ട് പൊതിയപ്പെട്ട നല്ല ഒരു ആമേ വസ്തുവിനോടാണ് ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇപ്പോൾ അത് എങ്ങനെയാണ് പണിയപ്പെട്ടു വരുന്നത്? ആമേ സ്തോത്രം. മാളികയായി ക്രിസ്തുവിന്റെ മേൽ നാം കെട്ടപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ മേൽ നാം പണിയപ്പെടുകയാണ്. ആമേൻ. എഫേസ്യ സഭയ്ക്ക് എഴുതുകയാണ്, നമ്മൾ ഓരോരുത്തരും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയും ഇപ്പോൾ നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ മന്ദിരമായും പണിയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം സ്തോത്രം ഹല്ലേലൂയ. കൈകളിനാൽ കട്ടപ്പെട്ട് ആലയത്തിൽ ദേവൻ വാസം பண்ணுவதில்லை. ஹல்லேலூயா. கைகளினால் கட்டப்பட்ட ஆலயத்தில் தேவன் வாசம் பண்ணுவதில்லை. എത്ര വലിയ ആമേ സ്തോത്രം ബിൽഡിങ്ങുകൾ കെട്ടി സ്തോത്രം ഹല്ലേലൂയ കെട്ടി നമ്മൾ സന്തോഷിച്ചാലും അവിടെ ദൈവപ്രസന്നം ഇറങ്ങി വരികയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ആമേ സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ശരീരമാകുന്ന ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ, ഒരു പുരുഷൻ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുവാൻ ഇടയായി തീരും. ആമേ സ്തോത്രം. ഇന്ന് ഓർക്കുക പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ ഞാൻ പറയട്ടെ, ഈ വീട് പണിതുകൊണ്ടല്ല ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ദാവീദിനോട് ചോദിച്ചു, നീ എനിക്ക് വേണ്ടി എത്രമാത്രം വീട് പണിയും? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പണിയാൻ കഴിയുമോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. സാധ്യമല്ല. അതുകൊണ്ടാണ് തൻ്റെ അളവ് പറഞ്ഞത്. സ്വർഗത്തിൽ ഞാൻ ഇരിക്കുന്നു, ഭൂമിയിൽ ഞാൻ കാൽ വച്ചിരിക്കുന്നു. അത്ര വലിയ അളവുള്ള അത്ര വലിയ ദൈവമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അത്ര വലിയ ദൈവം ആമേൻ സ്തോത്രം നമ്മളിൽ വസിക്കുവാൻ നമ്മുടെ ശരീരത്തെ അവൻ വിലയ്ക്ക് വാങ്ങി. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം അവൻ വിലയ്ക്ക് വാങ്ങി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യേശു 33 കൊല്ലം കഴിഞ്ഞപ്പോൾ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം ആമേൻ സ്തോത്രം ഹല്ലേലൂയ മന്ദിരത്തെ വെച്ചിട്ട് പറഞ്ഞ് ആമേൻ സ്തോത്രം ഞാൻ പോകുന്നു. അവൻ കാര്യസ്ഥൻ എന്ന പരിശുദ്ധ ആത്മാവ് വരും. അവൻ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. അവൻ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. നിങ്ങൾ അവന് കൊടുക്കണം നിങ്ങളുടെ ശരീരത്തെ. കാരണം എന്തെന്നറിയാമോ? അവന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ശരീരമാണ് പ്രിയമുള്ളവരെ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആർക്ക് വേണ്ടി? അവന് വസിക്കുവാൻ വേണ്ടി അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ശരീരമാണ്. ആത്മരക്ഷ എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ സൗജന്യമായി കർത്താവ് നിങ്ങൾക്ക് തരുന്നതാണ്. പറഞ്ഞ മനസ്സിലായി, കൃപയാലല്ലോ രക്ഷ ലഭിച്ചിരിക്കുന്നത്. അത് മറ്റൊരു സബ്ജക്റ്റാ പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മന്ദിരം നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിൻ്റെ മന്ദിരം ദൈവം നമ്മുടെ ശരീരമാണ്. അവൻ വില കൊടുത്തു വാങ്ങിയതാണ്. അതുകൊണ്ടാണ് പൗലോസ് എടുത്തു പറയുന്നത്, ആമേൻ സ്തോത്രം, നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അറിയേണ്ടത് ആവശ്യം. കൊരിന്ത്യ സഭയെ നീ അറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഇരിക്കരുത്. ആമേൻ സ്തോത്രം. ഈ മന്ദിരത്തെ നശിപ്പിക്കരുത്. അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം കൊരിന്ത്യ സഭയോട് പറയാണ്, എൻ്റെ മന്ദിരത്തെ നിങ്ങൾ നശിപ്പിച്ചാൽ ഞാൻ നശിപ്പിക്കും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതിന് സ്തോത്രം നോവ് സംഭവിക്കും. എത്രമാത്രം സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വസിക്കുവാൻ കഴിയാതെ പോകുമോ അത്രമാത്രം അതിനെ എന്ത് ചെയ്യും? ആമേൻ സ്തോത്രം ആ ഭിത്തികളെല്ലാം പൊട്ടിച്ച് തൻ്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ആമേൻ പരിശുദ്ധാത്മാവ് പണിയുവാൻ തുടങ്ങും. ആമേൻ സ്തോത്രം. തകർത്ത് കളയുവാനല്ല. യേശുവിനെ കൈക്കൊണ്ട ഒരു വ്യക്തിയെ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് തകർത്ത് കളയത്തില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വം ആമേൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ട് എത്തിക്കുക. അതിനു മുമ്പ് എന്തൊക്കെ ചെയ്യണമോ നിങ്ങളെ അവൻ ചെയ്തിരിക്കും. ആമേൻ. മനസ്സിലാക്കണം. അതാ വചനമാ പറയുന്നു പ്രിയമുള്ളവരെ. അവൻ സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ വരവിൽ അവൻ നിങ്ങൾ തികഞ്ഞവരായി നിൽക്കേണ്ടതിന് അവൻ നമ്മെ എന്ത് ചെയ്യും? വെടിപ്പാക്കി വെട്ടി ചെത്തി ആമേൻ സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധമാക്കി നമ്മെ സ്തോത്രം ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശ ഉള്ളവരായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമുക്കായിരിക്കാം. ഒരു പ്രത്യാശയുടെ ഒരു ഗാനങ്ങൾ പാടി നമുക്ക് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്താം. പാടിക്കട്ടെ. എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഏറിടുന്നേ, ഏറിടുന്നേ, എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടും പ്രത്യാശയേറിടുന്നേ. കാലമിൽ